കേസിലെ പ്രധാന ദൃക്സാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി ബാലചന്ദ്രനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. 1985 നാടിനെ ഞെട്ടിച്ച വാമഞ്ചൂർ ഇരട്ടക്കൊലപാതക കേസിൽ ബാലചന്ദ്രൻ നൽകിയ മൊഴിയാണ് റിപ്പർ ചന്ദ്രന് വധശിക്ഷ വിധിക്കാൻ നിർണായകമായത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, നാടിനെ വിറപ്പിച്ച നടുക്കിയ സീരിയൽ കില്ലറിന്റെ വധശിക്ഷയ്ക്ക് നിർണായകമായ മൊഴി നൽകിയ ആളാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സോന, തീർച്ചയായും മഞ്ചേശ്വരം ഹൊസങ്കടി വാമഞ്ചൂരിലെ ചെക്ക് പോസ്റ്റ് സമീപത്തായിരുന്നു ബാലചന്ദ്രൻ താമസിച്ചിരുന്നത്. 3 ദിവസമായി ഫോൺ എടുക്കാതിനെ തുടർന്ന് മംഗളൂരുവിൽ താമസിക്കുന്ന സഹോദരി ശശികല കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തിയാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഈ പരേതരായ നരസഭാന്തയുടെയും ഇന്ദിരാഹന്തയുടെയും മകനാണ് പരേന്ദ്രൻ. പ്രദേശത്തെ പൂജാരിമാരുടെ സഹായിയായിരുന്നു നിലവിൽ കഴിഞ്ഞു വന്നിരുന്നത്. റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റ നിർണായക മൊഴി നൽകിയത് ഇദ്ദേഹമാണ്. 85-ൽ നാടിനെ ഞെട്ടിച്ച വാമഞ്ചൂർ ഇരട്ട കൊലപാതക കേസിൽ ബാലചന്ദ്രൻ നൽകിയ മൊഴിയാണ് റിപ്പർ ചന്ദ്രന് വധശിക്ഷ വിധിക്കാൻ നിർണായകമായത്. അന്ന് 13 വയസ്സുകാരനായിരുന്നു ബാലേന്ദ്രൻ. സ്വന്തം പിതാവിനെയാണ്, അതായത് നേരത്തെ പറഞ്ഞ നരസപ്പയ്യ ഹന്തയാണ് അന്ന്, ഹന്തയും ജോലിക്കാരനെയുമാണ് അന്ന് റിപ്പർ ചന്ദ്രൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നു 13-കാരനായ ബാലചന്ദ്രൻ. വീട്ടിൽ കയറി ചുറ്റിയോട് തലക്കടിച്ച് നരസപ്പയ്യ ജോലിക്കാരനായ വിശ്വനാഥനെയും കൊലപ്പെടുത്തിയിരുന്നു. മാതാവിനെ ഇന്ദിരാഹന്തയെ ആക്രമിച്ചെങ്കിലും പിന്നീട് അവർ ചികിത്സയിലൂടെ തിരിച്ചു വന്നു. എന്തായാലും പിന്നീട് അവർ മരണപ്പെടുകയായിരുന്നു. ഇങ്ങനെ 14 കേസുകളിലാണ് ഇതോടെ പിടിയിലായ ചന്ദ്രന് അന്ന് കോടതി വധശിക്ഷ വിധിച്ചത്. സുപ്രീം കോടതിയും രാഷ്ട്രപതിയും ശിക്ഷ ശരിവെച്ചതിനെ തുടർന്ന് 91-ലാണ് ജൂലൈ 6-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് റിപ്പർ ചന്ദ്രന്റെ വധശിക്ഷ നടപ്പാക്കിയത്. കേരളത്തിലെ തന്നെ അവസാനത്തെ വധശിക്ഷ കൂടിയായിരുന്നു ഇത്. അങ്ങനെ നീലേശ്വരം കരിന്തള സ്വദേശിയായ ചന്ദ്രനെ അത്തരത്തിൽ കുടിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രൂരതയ്ക്ക് അവസാനം കുറിപ്പിച്ച ദൃക്സാക്ഷി, കൃത്യമായ നിർണായക മൊഴിയുടെ ആളായിരുന്നു ഈ മരിച്ച ബാലചന്ദ്രൻ. പിതാവിനെയും പിതാവിന്റെ സഹായിയെയും കൊലപ്പെടുത്തുന്നത് കണ്ടു എന്ന അദ്ദേഹത്തിന്റെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമായിരുന്നു. എന്തായാലും കുറെ കാലമായി ഈ ഹൊസങ്കടിയിലെ അവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അസ്വാഭാവികമായി വീടിന്റെ അകത്തുനിന്ന് മരണനിലയിലായതുകൊണ്ട് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ശരി, റിപ്പർ ചന്ദ്രൻ ഇരട്ട കൊലക്കേസിലെ പ്രധാന ദൃക്സാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി ബാലചന്ദ്രനാണ് മരിച്ചത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.